ഞാൻ എത്ര അർഹതയുണ്ട്, എത്ര യോഗ്യത ഉണ്ട് എന്ന് നോക്കിട്ടാ. അല്ല, എന്റെ യോഗ്യതയും അർഹതയും നോക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇങ്ങനെ പാരി കൊടുക്കുകയാണ്. ഓന്റെ യോഗ്യത നോക്കാതെ വാരി കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ഒരവസരമാണ് ഇത്. റമദാനിന്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 തിരിഞ്ഞോ. നമ്മൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തോ ഇല്ലേ, അള്ളാഹ് പറഞ്ഞ പോലെ ജീവിച്ചില്ലേ, വാരി ഇങ്ങനെ വരുമ്പോണ്ടേ അബുദാബിയിൽ കണ്ട് കുറച്ച് ഭക്ഷണം കിട്ടുന്നുണ്ടാവും. കാലം കൊടുക്കും, ഭക്ഷണം കൊടുത്ത പ്രദേശങ്ങൾ കുറേ ആൾക്കാർ നിങ്ങൾ തന്നെയാണ് കുറേ ആൾക്കാർ ഫുഡിൽ വഴി ഉണ്ടാക്കുന്നത്. കൂടുതലൊക്കെ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. ആ ഭക്ഷണം കിട്ടിയപ്പോൾ ഒരാൾക്ക് കിട്ടിയപ്പോൾ ഉണ്ടാക്കി കൂടി വാരിപ്പിടുത്തുണ്ടാക്കുന്നത് കാണുമ്പോൾ നല്ല രസത്തോട് എൻ്റെ മനസ്സിൽ ചെറിയ ചിന്ത കൊണ്ട് പഠിച്ചോലെ ഇത് ഔദാര്യമായി കിട്ടിയ ഒരു സാധനത്തിന്റെ വിഹിതം കിട്ടാനാണല്ലോ ഇവരുടെ അകത്ത് അതിനു വേണ്ടി ശണ്ട പോകുന്നത്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരി വിതരണം ചെയ്ത് റഹ്മത്ത്, അവന്റെ ഔദാര്യം, കൃപ, റഹ്മത്ത് ആ റഹ്മത്ത് വാരി വിതറുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ആ റഹ്മത്തിലേക്ക് ചോദിച്ച് ചെല്ലാൻ അല്ലാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. ഞാൻ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കൂടുതൽ വിശദമായി സംസാരിക്കില്ല. തങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ പരിചയപ്പെട്ട ഒരു ഹദീസ് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റഹ്മത്തിനെ 100 ഓഹരി ചെയ്തു. 100 ഓഹരി. ആ ഓഹരിയിൽ നിന്ന് ഒരു ഓഹരി 1% നമുക്ക്. 1% തന്നെ 100 എന്നല്ലേ, 100 എന്നല്ലേ ശതമാനം എന്ന് പറയുന്നത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ 1% റഹ്മത്താണ്. ലോകത്തിന്റെ ആദ്യം മുതൽ ലോകത്തിന്റെ അവസാനം വരെയുള്ള മനുഷ്യര് മാത്രമല്ല, മനുഷ്യര് ജീവികളായ ഏതെല്ലാം ജീവി, ആ ജീവിയുടെയൊക്കെയുമായി അല്ലാഹു തആല വിഹിതം നടത്തിയത് എന്താ? 1% റഹ്മത്താണ്. 1% റഹ്മത്ത്. ആ 1% റഹ്മത്തിന്റെ വിഹിതം എത്ര ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് പ്രസവിച്ച മാതാവ് കുഞ്ഞിനോട് സ്നേഹം കാണിക്കുന്നത്. മനുഷ്യൻ മാത്രമല്ല, ഏത് ജീവിയും പ്രസവിച്ചാൽ ആ പ്രസവിച്ച തള്ളച്ചേരുണ്ടാവും, റഹ്മുണ്ടാവും. കുഞ്ഞിനോട് റഹ്മുണ്ടാവില്ലേ? മനുഷ്യന് മാത്രമല്ലല്ലോ. ഈ കൃപ എന്ന് പറയുന്നത്, ഈ സ്നേഹം ജന്മം നൽകിയ മാതാവിനാണ് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകുക. മാതാവിന് മാത്രം, മാതാവ് അടക്കമുള്ള വസ്തുക്കൾക്ക് സ്വന്തം ജന്മം നൽകിയ കുട്ടിയോട് ഒരു സ്നേഹം വരുന്നോ, ഒരു കൃപ വരുന്ന ആ കൃപക്കുള്ള കാരണം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ 1% റഹ്മത്ത് അല്ലാഹുവിലേക്ക് ചെയ്യുമ്പോൾ അതിന്റെ കിട്ടിയ അംശമാണ്. ബാക്കി വരുന്ന 99 റഹ്മത്തും 99% റഹ്മത്തും അല്ലാഹു അവനിൽ നിക്ഷിപ്തമാക്കിയിരിക്കുകയാണ്. അവനിൽ തന്നെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത് അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് വഴിമാറിപ്പോയ അടിമകൾ അല്ലാഹുവിലേക്ക് കൃപയും ചോദിച്ചുകൊണ്ട് റഹ്മം ചോദിച്ചു പഠിച്ചവരെ, നിന്റെ റഹ്മത്ത്, നിന്റെ കൃപ, നിന്റെ റഹ്മത്ത്, നിന്റെ കൃപ, ഞാനിതാ ആ കൃപയിലേക്ക് വന്നവരാണ്, ആ കൃപയിലേക്ക് ആശിച്ചു വന്നവരാണ്. ആ നിരക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ആശിച്ചു അല്ലാഹുവിലേക്ക് തിരിച്ചു ചെല്ലുന്ന നമ്മളെ പോലുള്ള അല്ലാഹുവിന്റെ ആശികളായ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു പോയ അടിമകൾ അല്ലാഹുവിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ആ അടിമകളെ സ്വീകരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ റഹ്മത്തിന്റെ വിശാലത എത്രയാണ്! ആ റഹ്മത്തിന്റെ വിശാലത എത്രയാണ് ആലോചിച്ചാൽ. ആ റഹ്മ വാരി വിതറാനുള്ള ഏറ്റവും ഒരു പരിമിതമായ സമയമിതാ റമദാനിന്റെ ആദ്യത്തെ 10. എന്റെ റഹ്മത്ത് ആശിച്ചുകൊണ്ട്, എന്റെ റഹ്മത്തിലേക്ക് ആശിച്ചുകൊണ്ട്, എന്റെ റഹ്മത്ത് നഷ്ടപ്പെടുന്ന ജീവിതവുമായി കഴിഞ്ഞുകൂടിയ ആളുകൾ എല്ലാറ്റിനും മോചനം നേടി തിരിച്ചു വന്നുകൊണ്ട് എന്റെ റഹ്മത്തിലേക്ക് ആശിച്ചു വരുന്നോ അവർ സ്വീകരിക്കാൻ ഞാനിതാ നീക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട അരിവിന്റെ അംശമെങ്കിലും